ഓം നമോ ഭഗവതി വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 9-ാം അധ്യായമായ രാജയോഗത്തിലെ 32 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇനി നമുക്ക് 33-ാമത്തെ ശ്ലോകം നോക്കാം. കിം പുനർബ്രഹ്മണാ പുണ്യാ ഭക്താ രാജർഷയസ്തഥാ അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വ മാം. പുനഃ അപ്പോൾ പിന്നെ, പുണ്യാഹ പുണ്യവാന്മാരായ, ബ്രാഹ്മണാഹ ബ്രാഹ്മണരും, തഥാ ഭക്താഹ രാജർഷയഃ അതുപോലെ ഭക്തന്മാരായ രാജർഷികളും, അതായത് ക്ഷത്രിയരും, കിം എന്ത് അഥവാ അവരെപ്പറ്റി എന്ത് പറയാനാണ്, അനിത്യം അസുഖം അനിത്യവും അസുഖവുമായ, ഇമം ലോകം പ്രാപ്യ ഈ ലോകത്തിൽ എത്തിയവർ, മാം എന്നെ, ഭജസ്വഹ മുക്തിക്കായി ഭജിക്കുക. മുൻ ശ്ലോകത്തിൻ്റെ തുടർച്ചയാണ്. അതായത് ഏത് വർണ്ണത്തിൽപ്പെട്ടവരാകട്ടെ, ഏത് കർമ്മമേഖലയിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ, അവർക്കെല്ലാം ഭഗവാനെ ശരണം പ്രാപിക്കുന്നതോടുകൂടി സാക്ഷാത്കാരത്തിനുള്ള മാർഗം തെളിയുന്നു, അവരെല്ലാം ഉത്കൃഷ്ടരായി മാറുന്നു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയാണ് ഈ ശ്ലോകം. അപ്പോൾ പിന്നെ പുണ്യവാന്മാരായ ബ്രാഹ്മണരും അതുപോലെ ഭക്തന്മാരായ രാജഋഷികളും, അതായത് ക്ഷത്രിയരും, എന്ത് അഥവാ അവരെപ്പറ്റി എന്ത് പറയുവാനാണ്, അവർക്ക് തീർച്ചയായിട്ടും ഈ സാക്ഷാത്കാരം ലഭിക്കും. അനിത്യവും അസുഖവുമായ ഈ ലോകത്തിൽ എത്തിയവർ മുക്തിക്കായി എന്നെ ഭജിക്കുക, എന്നെ ആശ്രയിക്കുക. പാപികളും അജ്ഞാനികളും ഈശ്വരോപാസനയ്ക്ക് വേണ്ടത്ര സമയവും സൗകര്യവും ലഭിക്കാത്തവരും ആയിട്ടുള്ളവർക്ക് പോലും ഭഗവത് ഭക്തി മൂലം മുക്തി ലഭിക്കുന്നു എന്നാണ് മുൻ ശ്ലോകത്തിൽ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ പുണ്യവാന്മാരും ജ്ഞാനികളുമായ ബ്രാഹ്മണ ക്ഷത്രിയ ഭക്തന്മാരുടെ കാര്യം പറയേണ്ടതുണ്ടോ എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. ഇവിടെ ബ്രാഹ്മണ ക്ഷത്രിയ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ജാതിയാണ് എന്നാരും ധരിക്കരുത്. ബ്രാഹ്മണർ ക്ഷത്രിയർ ഇതൊന്നും ജന്മം കൊണ്ടല്ല ആ വിഭജനം നടന്നിരുന്നത്. ബ്രാഹ്മണർ എന്ന് വിവക്ഷിച്ചിരുന്നത് ജ്ഞാനം നേടുകയും ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും പൗരോഹിത്യ കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്ന, അത്തരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അഥവാ ചെയ്യുന്നവരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. അവർ ഏത് കുലത്തിൽ ജനിക്കുന്നു എന്നതുകൊണ്ടല്ല, ജന്മം കൊണ്ടല്ല, അവർ ചെയ്യുന്ന കർമ്മങ്ങളും അവരിലുള്ള ഗുണങ്ങളും കൊണ്ടാണ് അവരെ ആ വിഭാഗത്തിൽ പെടുന്നവർ എന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ ക്ഷത്രിയർ എന്ന് പറയുന്നത് അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നവർ, രാജാക്കന്മാർ. അതിൽ തന്നെ പല രാജാക്കന്മാരും രാജഋഷികളായിരുന്നു. ഒരു ഋഷി തുല്യമായ ജീവിതം നയിച്ചുകൊണ്ട് രാജ്യഭാരം നടത്തിയവർ, അങ്ങനെയുള്ളവരെയാണ് രാജർഷികൾ എന്ന് പറയുന്നത്. ദശരഥ മഹാരാജാവും ജനക മഹാരാജാവും എല്ലാം അത്തരത്തിലുള്ള രാജഋഷികളായിരുന്നു. അവർ രാജ്യഭാരം നടത്തുമ്പോഴും അവർ ഋഷിതുല്യമായ ജീവിതമാണ് നയിച്ചത്. അങ്ങനെയുള്ളവരാണ് രാജർഷികൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരാണ് ബ്രാഹ്മണർ, ക്ഷത്രിയ എന്ന വിഭാഗം. അപ്പോൾ ഈ മുൻപറഞ്ഞ വിഭാഗങ്ങൾക്ക് പോലും ഈ ഈശ്വര സാക്ഷാത്കാരം നേടുവാൻ കഴിയുമെങ്കിൽ പ്രായേണ ധാർമ്മിക ജീവിതം നയിക്കുന്ന, വളരെ അച്ചടക്കത്തോടുകൂടി ജീവിക്കുന്ന, നിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ഈ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും
അത് രാജർഷികളായിട്ടുള്ള ഭരണാധികാരികൾക്കുമെല്ലാം ഈ മോക്ഷമാർഗം അഥവാ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുമെന്നുള്ളതിന് സംശയം ഏതുമില്ല. അവരെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എന്നാണ് ശ്ലോകം പറയുന്നത്. ഇതിപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കിയാൽ നമുക്ക് ശാസ്ത്രജ്ഞർ, അധ്യാപകർ, അതുപോലെ ആ തരത്തിൽ ആ ഗണത്തിൽപ്പെടുന്നവരെല്ലാം, നിയമജ്ഞർ, അങ്ങനെയുള്ളവരെല്ലാം നമുക്ക് ബ്രാഹ്മണർ എന്ന ഗ്രൂപ്പിൽ നമുക്ക് പെടുത്താം. അത് ജാതി കൊണ്ടല്ല, അവർ ചെയ്യുന്ന കർമ്മങ്ങൾ അത്തരത്തിലായതുകൊണ്ട്. അതുപോലെ തന്നെ ഭരണാധികാരികൾ, പട്ടാള മേധാവികൾ, രാഷ്ട്രീയ ആയിട്ടുള്ള അധികാര എല്ലാം വഹിക്കുന്നവർ, മന്ത്രിമാർ, ഇവരെല്ലാം ക്ഷത്രിയർ എന്ന് നമുക്ക് പറയാം. അത്തരത്തിലുള്ള ഒരു തരംതിരിവായിരുന്നു ആ കാലത്ത് ഈ വർണ്ണ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഒരിക്കലും ജാതി ആയിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതാണ് ഈ ശ്ലോകം പറയുന്നത്. വളരെ കഠിനമായ പ്രയത്നങ്ങളിൽ ഏർപ്പെടുന്ന വൈശ്യർ, ശൂദ്രർ മുതലായവർക്കും അതുപോലെ തന്നെ പാപികളായി ജനിച്ചവർക്ക് പോലും ഇത് ലഭ്യമാകുമെങ്കിൽ, ഈ ഭഗവത് കൃപ ലഭ്യമാകുമെങ്കിൽ, പ്രായേണ ധാർമ്മിക ജീവിതം നയിക്കുന്ന, അച്ചടക്കത്തോടെ കഴിയുന്ന ബ്രാഹ്മണ ക്ഷത്രിയ വിഭാഗങ്ങളുടെ കാര്യം പ്രത്യേകം പറയണമോ എന്നാണ് ഈ ശ്ലോകം ചോദിക്കുന്നത്. നശ്വരവും ദുഃഖപൂർണവുമായ ഈ ലോകത്തിൽ ജന്മമെടുത്തിട്ട് അതിൽ നിന്ന് മുക്തി നേടാൻ തന്നെ ഭജിക്കുക എന്ന് ഭഗവാൻ പറയുന്നു. തന്നെ എന്നിൽ ശരണം പ്രാപിക്കുക. നിരവധി ജന്മങ്ങളിലൂടെ കടന്നു വന്നാണ് മനുഷ്യജന്മം ലഭിക്കുന്നത്. മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ്. എന്നാൽ ഭൗതികതയുടെ മായയിൽപ്പെട്ട് ഈ ലക്ഷ്യത്തിൽ നിന്നും മനുഷ്യൻ അകന്നു പോകുന്നു. അപ്രകാരം പോകുന്നവർ എന്ന് സത്യം മനസ്സിലാക്കി ഈശ്വരനിലേക്ക് തിരിച്ചു വരുന്നുവോ, അഥവാ ഈശ്വരനിലേക്ക് തിരിയുന്നുവോ, അതോടെ അവൻ്റെ പാപങ്ങളും മാലിന്യങ്ങളും അകന്ന് ശുദ്ധനായി മുക്തിയെ പ്രാപിക്കുന്നു എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.